ഇത് ശ്യാമളേച്ചി മനുഷ്യര് കണ്ട സഹിക്കൂലെന്നേ. കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. പിന്നെ എങ്ങനെയാ? എന്തൊക്കെ പണിയാ ചെയ്യിക്കണേന്ന് അറിയാമോ? എന്തൊക്കെ ചെയ്യിക്കും? മുറ്റടിപ്പിക്കും, പാത്രം കഴിക്കും, തുണി അലക്കിക്കും. ആ കുഞ്ഞുവച്ചിനെ കൊണ്ടോ? പിന്നെ അല്ലാതെ. പാവം, അതിനാണെങ്കിൽ സ്കൂളിൽ പോണോന്ന് വലിയ ആഗ്രഹമാ. അപ്പൊ സ്കൂളിൽ വിടണില്ലേ? എവിടുന്നാ ചേച്ചി ഈ പണിയൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോവാൻ സമയം വേണ്ടേ? ഇതൊന്നും പോരാഞ്ഞിട്ട് ആടിനെ നോക്കണം, പശുവിന് പുല്ല് കൊടുക്കണം. പിന്നെ ഇത്രയും വലിയ ചരുവത്തിലെ കാടിവെള്ളം ചുമന്നോണ്ട് വരും ചേച്ചി. കാണാൻ പറ്റില്ല, ഞാൻ കണ്ണടച്ചിരിക്കും. ഇതൊന്നും ചോദിക്കാനും പറയാൻ ആ വീട്ടിൽ ആരുമില്ല? ഒരാളും ചോദിക്കില്ല ചേച്ചി, അതാണ് ഏറ്റവും വലിയ സങ്കടം. ഇനിയിപ്പൊ എന്താ ചെയ്യണേ? അതാ എന്റെ ഒരു ടെൻഷൻ. അടുത്ത ആഴ്ച വരെ കാത്തിരിക്കണം. എത്ര മണിക്ക്? 8:30. അടുത്ത ആഴ്ച മുതൽ ഞാനും കാണണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെയാ? എന്താ? തിങ്കൾ മുതൽ വെള്ളി വരെ മനുഷ്യനിവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ. വല്യമ്മ, നിങ്ങക്ക് എത്ര കുട്ടികളാണ്? എനിക്ക് 10 കുട്ടികളായിരുന്നു. 8 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. എന്താ വല്യമ്മ നിങ്ങളെ തലമുറയിൽ ഇങ്ങനെ 8ഉം 10ഉം കുട്ടികളൊക്കെ? അതിനെ അന്ന് രാത്രി ഇങ്ങളെ പോലെ കുത്തിക്കളിച്ചാന് ഫേസ്ബുക്കോ വാട്സപ്പോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അതൊന്നും ഉണ്ടായിരുന്നില്ല. ഹലോ ഗൈസ്, അപ്പൊ മാമന് എനിക്ക് ഞാൻ ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ സ്വന്തം ജ്യൂസ് കൂടി എടുക്കണേ ഗൈസ്. നമുക്ക് മാമ ഇച്ചിരി ഇട്ടാ മതിയേ ഗൈസ്. ഇത് നമുക്ക് മധുരം ഒന്നും വേണ്ട, ഇതിനകത്ത് തന്നെ മധുരം ഉണ്ട് ഗൈസ്. മാമോ மிருந்தாங்க நீ சிந்து வந்து கொந்துரா பந்தோடி பொம்பாங்காலும் பங்குற சிந்து குந்துரம். ഞാൻ ഒരു കാര്യം പറയാം, നോക്കിയും കണ്ടു എന്നോട് സംസാരിക്കണം. അയ്യോ, നിങ്ങളുടെ ഈ വയ്യാത്ത കൈവച്ചല്ലേ നിങ്ങൾ ഈ സംസാരിക്കുന്നത്? നോക്കിയും കണ്ടു എന്നോട് സംസാരിച്ചോണം കേട്ടല്ലേ? അപ്പൊ നിങ്ങൾക്ക് അസുഖമില്ലല്ലോ. സത്യത്തിൽ എന്റെ ഈ കൈയായിരുന്നു ഒടിഞ്ഞത്. പിന്നെ ഇതേ പ്ലാസ്റ്റർ ഇട്ട് വെച്ചേക്കുന്നത്? ഇത് ഇട്ടപ്പോ ഒരു രസമില്ലായിരുന്നു, അതുകൊണ്ടാണ്. അയ്യോ, രസത്തിന് വേണ്ടിയാ പ്ലാസ്റ്റർ ഇടുന്നത്. മര്യാദയ്ക്ക് പോയി എക്സ്റേ എടുത്തോണം. ഞാൻ എടുക്കത്തില്ല. എന്താ? നിങ്ങളുടെ ഇവിടെ എക്സ്റേക്ക് എത്ര രൂപ മേടിക്കുന്നത്? ഇവിടെ 200 രൂപ എക്സ്റേയുടെ പൈസ. അയ്യോ, കൊള്ളയില്ല. 200 രൂപ കൊടുത്ത് എക്സ്റേ എടുത്ത് നിങ്ങൾ കളർ ഫോട്ടോ തരുമോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ തരുന്നത്? അയ്യോ, കളർ ഫോട്ടോ എടുത്താൽ നിങ്ങളുടെ ഫോട്ടോ ഷൂട്ട് നടക്കുന്നതല്ലത്. ഗവൺമെന്റ് ആശുപത്രിയാ, അറിയോ? മര്യാദയ്ക്ക് പോയി എക്സ്റേ എടുക്കുക. എന്തിനാ? എന്റെ എല്ലാം ഒടിഞ്ഞിട്ടുണ്ടോന്ന് അറിയാനാണോ? അയ്യോ, നിന്റെ എല്ലാം ഒടിഞ്ഞിട്ടോന്ന് അറിയാൻ വേണ്ടിയല്ല, നിനക്ക് 2 എല്ല് കൂടുതലുണ്ടോന്ന് അറിയാൻ വേണ്ടിയാ. മര്യാദയ്ക്ക് ഒരു കാര്യം ചെയ്യും, വീട്ടിൽ പോ. നിങ്ങൾ ആവശ്യമില്ലാതെ തന്നെ ഇവിടെ വന്ന് കിടക്കുന്നത്. ഞാനേ ഒരു സെലിബ്രിറ്റിയാ. അയ്യോ, മേഡം ഏത് സിനിമയ്ക്കകത്ത് അഭിനയിച്ചേ? സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടില്ല, പക്ഷെ ഉടനെ ഒരു വിളി വരും. അത് എവിടുന്ന? സീരിയലിൽ നിന്നും? സീരിയലൊന്നുമില്ല. നിങ്ങൾ ഈ യൂട്യൂബ് ചാനലൊന്നും കാണത്തില്ലയോ? യൂട്യൂബ് ഒക്കെ ഞാൻ കാണാറുണ്ടല്ലോ. ട്രെൻഡിങ് നമ്പർ 1 ആയിരുന്നു. ആരാ? ചെവി കേക്കില്ലേ? ആരാന്ന്? ഞാനൊരു വഴിപോക്കനാ. ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. നമ്മൾ ആരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? അതെ. അല്ലാന്ന് തോന്നാൻ മാഷ്ക്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഉവ്വോ? സത്യം. ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് കോലം പോലെ. കോലത്തെ അടിച്ചുകളിക്കാരിയാ. ഈ ചുറ്റമ്പലത്തിന്റെ ഉള്ളിലേതുകൊണ്ടേ അതിനുള്ള മറുപടി ഉണ്ണിമായ പറയണില്ല. അടിച്ചുകളിക്കാരി കോലത്തെ തമ്പുരാട്ടിയാടോ മാഷേ? സുരേഷ് അവിടെ നിൽക്കുന്നുണ്ട്. അവനെ നിനക്കെന്നാ കുഴപ്പം? സുരേഷ് എന്ന് പറഞ്ഞാൽ അവൻ എന്നെ വൃത്തിയായിട്ട് വർത്താനം പറയും. പിന്നെ എന്നെ ചീത്ത വിളിച്ചോ? അല്ലെന്ന് അവൻ എന്നെ കാണുമ്പോഴൊക്കെ പറയും, വാടാ പണിക്ക് പോവാം, വാടാ പണിക്ക് പോവാം. അണ്ണാ, എനിക്കാണെങ്കിൽ ടാപ്പിംഗ് അറിയാം, വെൽഡിങ് അറിയാം, പെയിന്റിങ് അറിയാം. പിന്നെ ടാപ്പിങ്ങിന് പോകും. വെളുപ്പിന് എഴുന്നേക്കണം, തണുക്കും. എന്നാ പിന്നെ പെയിന്റിങ്ങിന് പോകും. വെളി കയറുമ്പോ തല ഇറങ്ങും. എന്നാ പിന്നെ താഴെ ഒന്നടി. താഴെ ഉറക്കം വരും. പിന്നെ വെൽഡിങ്ങിന് പോടാ. അണ്ണാ, വെൽഡിങ് എന്ന് പറഞ്ഞാൽ പുക അടിക്കുമ്പോ ശ്വാസകോശത്തിന്റെ പുറകെട്ട് എനിക്ക് സംഭവം മനസ്സിലായി. ആരെങ്കിലും അധ്വാനിക്കുന്ന പൈസയും കൊണ്ട് ഓസിന് പുട്ടടിച്ച്
ജീവിക്കണം. അണ്ണ അങ്ങനത്തെ പണി വല്ലതും ഉണ്ടോ? ആരെങ്കിലും അധ്വാനിച്ചിട്ട് നമുക്ക് പൈസ കിട്ടുന്ന പണി? അങ്ങനെ ലോകത്ത് ഒരൊറ്റ പണിയേ ഉള്ളൂ. പബ്ലിക് ഹൗസിന്റെ ഫ്രണ്ട് മേശയും കസാര ഇട്ടിരുന്നാ മതി. ആരെങ്കിലും വരും, അകത്ത് കയറും, അധ്വാനിക്കും, നിനക്ക് പൈസ തരും. അതെന്റെ ടാറ്റസിന്. അയ്യോ, ടാറ്റസിന് പറ്റാൻ അംബാനി അല്ലയോ ഇത്? എന്നാ നിന്നെ എത്ര പെമ്പിള്ളാരെ ഞാൻ കൊണ്ട് കാണിച്ചതാ. കണ്ടുപിടിച്ചോ, ഇത് കണ്ടുപിടിച്ചോ, ഇത് കണ്ടുപിടിച്ചോ. ഇതിനൊക്കെ കണ്ടുപിടിക്കാൻ ഞാനോ? അതല്ലെന്ന്. എടാ, ഈ പെമ്പിള്ളാരെയൊക്കെ നിന്നെ കൊണ്ട് കാണിച്ചതല്ലയോ? നിനക്ക് അതിനെ ഒന്നും ഇഷ്ടപ്പെട്ടില്ലെന്നാ പറഞ്ഞത്. അണ്ണാ ഒരിടത്തിനെ പിടിക്കാന്നുള്ള ഇന്ന് കാണുന്നതിനെ ഞാൻ കയറി പിടിച്ചോളാം. അയ്യോ, ചെബുക്കല്ലേ അറിഞ്ഞു പറയാം. അതല്ലേ ഞാൻ പറഞ്ഞു, നിനക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്നാ. എങ്ങനെയുണ്ട് LKG? സൂപ്പർ. എല്ലാ ചെറുക്കന്മാർക്കും എന്നെ ഇഷ്ടപ്പെട്ടു. ചെറുക്കന്മാർക്കോ? നിന്നെയോ? അതെന്താണാവോ? എനിക്ക് നല്ല സൗന്ദര്യം ഉണ്ടല്ലോ. দক্ষিণ বাড়ির খালা আর উত্তর বাড়ির খালা আয় তাড়াতাড়ি উইটা পালা আর বাইরে থেকে যেন ডাকে মোরা লাল দুপট্টা মলমল কাহুজি হুজি ও তোর সঙ্গে নিকা বইয়া জন্ম গেল আলু খাইয়া আমায় বাড়ি একা থুইয়া আড্ডা মারো কোথায় গিয়া আমারে সারিয়া তুমি কেমনে থাকো রে আলু খাইয়া জানা রে আমায় লইয়া জানা রে